നമ്മളിന്ന് നോക്കുന്നത് ക്രിമ്പിംഗ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചാണ്. ക്രിമ്പിംഗ് നിങ്ങൾക്കറിയാം, അതായത് ഈ ഒരു RJ45 കണക്ടർ നമ്മൾ ആ ഒരു CAT6 ആ ഒരു ക്രിമ്പ് ചെയ്ത്, അതായത് ഈ കണക്ടർ പ്രോപ്പറായിട്ട് ക്രിമ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെറ്റ്വർക്കിൽ. കാരണം ഈ ഒരു കണക്ടർ നമ്മൾ ക്രിമ്പ് ചെയ്യുന്ന പ്രോപ്പറായിട്ട് ക്രിമ്പ് ചെയ്താലാണ് കണക്ടിവിറ്റി ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെയിൻലി ലോകത്ത് ഉപയോഗിക്കുന്ന രണ്ട് തരം സ്റ്റാൻഡേർഡുകളാണ്. ഒന്ന് A സ്റ്റാൻഡേർഡ്, B സ്റ്റാൻഡേർഡ്. ഇത് T56-8A, T56-8B ഇങ്ങനെ രണ്ട് സ്റ്റാൻഡേർഡുകളായിട്ടാണ് ഈ ഒരു നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു കളറിലാണ്, ആ കളർ സ്റ്റാൻഡേർഡിലാണ് നമ്മളത് ക്രിമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു എൻഡിൽ ഏതൊക്കെ കളർ വെച്ചാണോ ക്രിമ്പ് ചെയ്യുന്നത് അതേ കളർ വെച്ച് അതിൻ്റെ അടുത്ത എൻഡിൽ, തൊട്ടപ്പുറത്തെ എൻഡിൽ ക്രിമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി കിട്ടും. ഈ കാണുന്ന ഒരു ടെലിഫോൺ കേബിളാണ് കേട്ടോ. ടെലിഫോൺ കേബിളിൻ്റെ RJ11 എന്നാണ് ഈ ഒരു കണക്ടറിനെ പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് RJ45ൻ്റെ കുറിച്ചാണ്, അതായത് എത്തർനെറ്റ് കേബിൾ CAT6 ക്രിമ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സോ ഇതിൻ്റെ അറ്റത്തും, അതായത് ഇതിൻ്റെ ഈ ഒരു എൻഡിലാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ എൻഡിലും സെയിം കളർ കോഡ് വെച്ച്, അതായത് സെയിം കളർ തന്നെയാണ് നമ്മൾ ഈ രണ്ട് എൻഡിലും ക്രിമ്പ് ചെയ്തേക്കുന്നതെങ്കിൽ നമുക്ക് കണക്ടിവിറ്റി ഓക്കെ ആയിരിക്കും, കണക്ടിവിറ്റി ഓക്കെ ആയി കിട്ടും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റാൻഡേർഡ്, A സ്റ്റാൻഡേർഡ് എന്നും B സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അവലംബിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാവരും തോന്നിയതുപോലെ ഓരോ രീതിയിൽ അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. നമുക്ക് എവിടെ പോയാലും അത് ഒരാൾ ചെയ്തത് ഏതാണെന്ന് മറ്റൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡിലാണ് ഈ രണ്ട് സ്റ്റാൻഡേർഡ് വരുന്നത്, A സ്റ്റാൻഡേർഡ്, B സ്റ്റാൻഡേർഡ്. T56-8A, T56-8B. അപ്പോൾ ഈ A സ്റ്റാൻഡേർഡും B സ്റ്റാൻഡേർഡിലും A സ്റ്റാൻഡേർഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ വൈറ്റ്, ഇത് നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഇതൊന്ന് പഠിച്ചു നോക്കുക. ഗ്രീൻ വൈറ്റ് ഗ്രീൻ, ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ഗ്രീൻ, ഓറഞ്ച് വൈറ്റ് ബ്ലൂ, വൈറ്റ് ബ്ലൂ, ഓറഞ്ച് വൈറ്റ് ബ്രൗൺ. ഇതാണ് A സ്റ്റാൻഡേർഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ A സ്റ്റാൻഡേർഡ് ഭൂരിഭാഗവും കാണാറില്ല. ഈ സ്റ്റാൻഡേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതൽ, അതായത് ഒട്ടുമുഖ്യ ലോകത്ത് എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു B സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് B സ്റ്റാൻഡേർഡ് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എവിടെ ചെന്ന് നിങ്ങൾ ക്രിമ്പ് ചെയ്യാനായിട്ടാണ് വിളിക്കുന്നത്, B സ്റ്റാൻഡേർഡ് ആയിരിക്കും. വളരെ അപൂർവമാണ് A സ്റ്റാൻഡേർഡ് കാണാറുള്ളൂ. അങ്ങനെ നോർമലി ഉണ്ടാകാറില്ല, B സ്റ്റാൻഡേർഡ് തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു B സ്റ്റാൻഡേർഡിൻ്റെ ഈ ഒരു കളർ കോഡുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് B സ്റ്റാൻഡേർഡിൽ നമുക്ക് പറഞ്ഞ് പഠിക്കണത് ഈ ഒരു 8 കളറുകൾ, അതായത് 8 വയറുകൾ, ഈ 8 വയറുകളുടെയും ഈ കളറുകൾ കാണാതെ നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കത് ക്രിമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഒരു പദ്യം പോലെ, അല്ലെങ്കിൽ ആ ഒരു ഓർഡറിൽ പഠിച്ചാൽ അത്രയും നല്ലത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഓർത്ത് വെക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. അങ്ങനെ ആ ഒരു ആ ഒരു ഓർഡറിലാണ് നമുക്ക് പഠിക്കേണ്ടത്. അതായത് ഓറഞ്ച് വൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഈ കളർ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഇങ്ങനെയാണ് ആ ഒരു 8 കളറുകൾ വരുന്നത്. ഇതാണ് ഈ ആ ഒരു 8 കളറുകൾ വരുന്നത്. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ. അതായത് ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഓറഞ്ച് വൈറ്റ്, ഈ ഒരു കളറാണ് ഓറഞ്ച് വൈറ്റ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഓറഞ്ചും വൈറ്റും കൂടി ചേർന്ന ആ വയറിൻ്റെ ഒരു കളറാണ് ഓറഞ്ച് വൈറ്റ് എന്ന് പറയുന്നത്. അത് ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഈ കാണുന്നത് ഒരു ഓറഞ്ചാണ് കളർ. നിങ്ങൾക്ക് എന്താണ് കാണുന്നതെന്നറിയില്ല, ഇത് ഓറഞ്ച് കളറാണ്. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് എന്നല്ലേ, ഇത് ഗ്രീൻ ഉണ്ടാവും, അതൊരു വൈറ്റും ഉണ്ടാവും. ഗ്രീൻ വൈറ്റ്, ഇതാണ് ഗ്രീൻ വൈറ്റ് ബ്ലൂ, ഇതുണ്ടല്ലേ ബ്ലൂ, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. അങ്ങനെയാണ് ഈ കളർ വരുന്നത്. അപ്പോൾ ഇത് ഒന്ന് എഴുതി നോട്ട് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പടം ഉണ്ടാവും, അത് സേവ് ചെയ്ത് വയ്ക്കുക. ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ഈ ഒരു ഓർഡർ, ഈ B സ്റ്റാൻഡേർഡ് പ്രത്യേകം പഠിച്ചിരിക്കുക. B സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു B സ്റ്റാൻഡേർഡ് കാണാപാഠം പഠിച്ചേക്കുക. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചെങ്ങനെയെന്ന് വെച്ചാൽ ഓറഞ്ച് വൈറ്റ് ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, ബ്രൗൺ വൈറ്റ് ബ്രൗൺ. ആ ഒരു രീതിയിലും പഠിച്ചാൽ മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു ഫ്ലെക്സിബിളായിട്ട് തോന്നുന്നത് അതനുസരിച്ച് പഠിച്ച് മനഃപാഠമാക്കി തന്നെ വയ്ക്കുക. കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് പഠിക്കും, ആ ഒരു ക്രിമ്പിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് പഠിക്കും. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാളെ ഇത് എങ്ങനെ ക്രിമ്പ് ചെയ്യുന്നത്, ഈ ഒരു പ്രോപ്പറായിട്ട് ക്രിമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ ക്രിമ്പിങ്ങിൽ തന്നെ നമുക്ക് ടൂൾസ് 2 വിധത്തിലുണ്ട്. അതായത് പാസ് ത്രൂ ക്രിമ്പിംഗ് ടൂളുണ്ട്, നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന ക്രിമ്പിംഗ് ടൂളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അടുത്ത 2 ക്ലാസ്സുകളിലായിട്ട് നമുക്ക് നോക്കാം. ഇതൊക്കെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്രിമ്പിംഗ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ കുഴപ്പമില്ല. അറിയാൻ പാടില്ലാത്ത ബിഗിനേഴ്സിന്, അതായത് ചിലപ്പോൾ അവർ ഇത് കണ്ടിട്ടുണ്ടാവും, ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് ഓർത്തിരിപ്പുണ്ടാവില്ല. അപ്പോൾ ഈ B സ്റ്റാൻഡേർഡ് എങ്ങനെയും നിങ്ങളൊരു ബൈ ഹാർട്ടായത് വയ്ക്കുക. കാരണം ഒരു എക്സാമിന് പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ആ ഒരു B സ്റ്റാൻഡേർഡ് നമ്മളോട് എല്ലാവരും ചോദിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. കാരണം വെച്ചാൽ എന്തായാലും നമ്മൾ ക്രിമ്പിംഗ് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇതെങ്ങനെ ക്രിമ്പ് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതിൻ്റെ ടൂൾസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.